ഹെൽത്തി ഡയറ്റ് എടുക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ ഹെൽത്തി ഡയറ്റ് കുറച്ച് ടേസ്റ്റി ആയിട്ട് ആയാലോ? അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലേറ്റ് റെസിപ്പിയാണ് ഇത് കേട്ടോ. നമ്മുടെ ദോശയ്ക്ക് പകരമൊക്കെ അടിപൊളിയാണ്. ദോശ തന്നെയാണ്, പക്ഷേ ഇതൊരു ഹെൽത്തി ഓംലേറ്റ് റെസിപ്പിയാണ്. ഭയങ്കര ഫില്ലിംഗ് ആണ്. ഇതിന് ബട്ടൺ മഷ്റൂം വേണം, പിന്നെ കുറച്ച് തക്കാളി, ഉള്ളി, ഒരു പച്ചമുളക്, ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുള്ളൂ വെജീസ് ആയിട്ട് കേട്ടോ. ഇതിനകത്ത് ക്യാരറ്റ് ഇടാം, ക്യാബേജ് ഇടാം, എന്ത് വേണമെങ്കിലും, ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്കിതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല രീതിയിൽ ഒന്നേ അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രോസസ്സറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഞാനിവിടെ ചോപ്പ് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. അതിനകത്തോട്ട് ഒരു 4 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. 4 മുട്ടയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 പേർക്ക് കണക്കിനുള്ള പാകത്തിനുള്ള അളവാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. പിന്നെ ഈ ദോശയുടെ കൂടെ വേറെയും ഇപ്പം അപ്പം, പുട്ട്, ദോശ എല്ലാം ഇതിൻ്റെ കൂടെ കഴിക്കരുത്. അപ്പോൾ അതൊരു ഹെൽത്തി മീൽ ആവത്തില്ല. ഇത് കഴിക്കുമ്പോൾ ഇത് മാത്രം കഴിക്കുക. 2 ദോശ, ഇതിൻ്റെ 2 ഓംപ്ലേറ്റ് കഴിക്കുമ്പോഴത്തേക്ക് ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു 1-1.5 വരെ വിശക്കത്തില്ല, ഉറപ്പാണേ. അപ്പം ഇത് നല്ല രീതിയിൽ ഇട്ടിട്ട് അതിനകത്ത് മുട്ടയിട്ട് ഉപ്പും ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സും പിന്നെ വേണമെങ്കിൽ ഒറിഗാനോ ഇടാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അതിനെ മോഡിഫൈ ചെയ്തെടുക്കാം കേട്ടോ. ദോശക്കല്ലിനകത്തോട്ട് കുറച്ച് ബട്ടർ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നൊരു സ്കൂപ്പ് എടുത്ത് അതിനകത്തോട്ട് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒരുപാട് പരത്താനൊന്നും നിൽക്കണ്ട. അങ്ങനെ അങ്ങ് വെച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും വിതറിയിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ചെറിയ തീയിൽ, വളരെ ചെറിയ തീയിൽ. അപ്പം ആ മഷ്റൂംസും എല്ലാം അതിൻ്റെ കറക്റ്റിനുള്ളൊരു കുക്കിംഗ് ടൈം അതിന് കിട്ടുകയും ചെയ്യും. അപ്പം നല്ല രീതിയിൽ എഗ്ഗും എല്ലാം അത് കുക്കായി കിട്ടും. ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓംപ്ലേറ്റ് റെഡി ആട്ടോ. പിന്നെ കുറച്ചുകൂടി ഇതിനെ ഒന്ന് ഹെവി ആക്കണമെങ്കിൽ കുറച്ച് ചീസും ഒക്കെ അതിൻ്റെ പുറത്ത് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു മീലൊന്ന് ഹെവി ആവും കേട്ടോ. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.